ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂർ കോക്ടെയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കോക്ടെയിലിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തോലൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് പീൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് ഉണ്ടായിരിക്കും കേട്ടോ. ക്യാരറ്റ് വേവിച്ചാണ് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ണൂർ കോക്ടെയിലിൻ്റെ വീഡിയോ ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്ര തന്നെ ക്ലിയർ ഇല്ല വീഡിയോ ഒന്നും. പിന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ക്യാരറ്റ് ചേർത്തോന്ന് തന്നെ ഡൗട്ടാവും കുടിക്കുന്ന ടൈമിൽ. അത്രയ്ക്കും ടേസ്റ്റാണ്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ളതല്ല, അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ക്യാരറ്റ് വേവിക്കുന്ന ടൈം ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട. ക്യാരറ്റിൻ്റെ ആ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ 2 ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബൗളിന് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 3 മിനിറ്റോളം ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റുക. ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ വെള്ളം കളയണ്ട. വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാമ്പാർ അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുക്കണ്ട. നേരത്തെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള അതേ ബൗളിൻ്റെ അളവിൽ തന്നെയാണ് പപ്പായ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് ഉള്ളിലത്തത് കളയുക. ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ഇതിൻ്റെ കുരുവൊന്നും പെടണ്ട. ചെറുതായിട്ടൊരു പൊള്ളുന്ന ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതും ഒന്ന് മാറ്റിയിട്ടെടുക്കുക. ഞാൻ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്, കുറച്ച് ഭാഗമൊക്കെ അതിൽ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ക്യാരറ്റ് എടുത്തുള്ള സെയിം അളവിന് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അനാറ് വേണം. പിന്നെ കുറച്ച് പാലിൽ കാഷ്നട്ട് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, റൈസിൻസ്, കാഷ്നട്ട് കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റ്, പപ്പായ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇത് ആദ്യം ജ്യൂസ് അടിച്ചിട്ട് എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പപ്പായ ചേർത്ത് കൊടുക്കുക. ഈ പപ്പായ നന്നായിട്ട് മധുരമുള്ള കേട്ടോ, നാടൻ പപ്പായ പോലെ തന്നെ ഉണ്ട്. അപ്പം നമുക്കിതിലേക്ക് മധുരം ചേർക്കുന്ന ടൈമിൽ പഞ്ചസാര ആണെങ്കിൽ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് അടിക്കുന്നതിൻ്റെ ഏകദേശം 2 മണിക്കൂർ മുന്നേ തന്നെ ഫ്രീസറിലത്തെ ട്രേയിൽ ഞാൻ കുറച്ച് പാല് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ പൊട്ടിച്ച് ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല. നമുക്കിത് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർന്ന് വരാൻ വെച്ചുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയാണ് ഷോപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടി വരും, അതുകൊണ്ടാണ് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുത്തത്. ഇത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജഗ്ഗിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഷോപ്പിലത്തേത് പോലെയല്ല, നമ്മളെല്ലാം കുറച്ച് കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ കോൺഫ്ലെക്സ് കുറച്ച് കൂടുതൽ തന്നെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ടാണ്. അതും ഓരോരുത്തരതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കുകയും അത്രയും ടേസ്റ്റ്. പിന്നെ റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുറച്ച് പാല് ചേർത്തല്ലോ, അതും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള പപ്പായ ഇതെല്ലാം കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം ജ്യൂസ് അടിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ബാക്കി ഗ്ലാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ജ്യൂസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര
കട്ടി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് ജ്യൂസ് ബാക്കി നമ്മൾ വീണ്ടും കോൺഫ്ലെക്സ് അതുപോലെ റൈസിൻസ് കാഷ്നട്ട് പിന്നെ അനാർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചെയ്യാത്തവരെന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.